ബജറ്റുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ലാതെ ബജറ്റ്. പുതിയ നികുതി നിരക്കുകളൊന്നും പ്രഖ്യാപിക്കാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ്. ആദായ നികുതിയിലും പരോക്ഷ നികുതിയിലും നിലവിലുള്ള നിരക്കുകൾ തുടരും. വിലവർധനയ്ക്കോ വിലക്കുറവിനോ ഇട നൽകാത്തതാണ് ബജറ്റ്. വരുന്ന 5 വർഷം കൊണ്ട് വളർച്ചാ നിരക്കിൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തും. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. Development programs were thus provisioned. In the last 10 years, however, have targeted each and every household and individual through housing for all, Har Ghar Jal, electricity for all, cooking gas for all, bank accounts and financial services for all in record time. കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇരട്ടിയാകും. വനിതകൾക്കുള്ള സാമൂഹികക്ഷേമ പദ്ധതികൾക്ക് ഇരട്ടി തുക വകയിരുത്തും. റെയിൽവേ മേഖലയിൽ 3 വൻകിട ഇടനാഴികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ കോറിഡോറുകൾ വഴിയാകും വികസനം നടത്തുക. 40,000 റെയിൽ കോച്ചുകളെ വന്ദേ ഭാരതിനായി പരിവർത്തനം ചെയ്യും. വരാനിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കാലമാണെന്ന് കൂടി പ്രഖ്യാപിക്കുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. Vision for Vikasit Bharat. Our vision for Vikasit Bharat is that of prosperous Bharat in harmony with nature, with modern infrastructure, and providing opportunities for all citizens and all regions to reach their potential. With confidence arising from strong and exemplary track record of performance and progress, earning Sabka Vishwas, the next 5 years will be years of unprecedented development and golden moments to realize the dream of developed India by 2047. 3 major economic railway corridor programs will be implemented. These are energy, mineral and cement corridor, number 2, port connectivity corridors, and number 3, high traffic density corridors. The projects have been identified under the PM Gati Shakti for enabling multimodal connectivity. They will improve logistics efficiency and reduce cost. The resultant decongestion of the high traffic corridors will also help in improving operations of passenger trains, resulting in safety and higher travel speed for passengers. Together with dedicated freight corridors, these 3 economic corridor programs will accelerate our GDP growth and reduce logistic costs. 1 കോടി വീടുകളിൽ കൂടി സോളാർ വൈദ്യുതി എത്തും. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 2 കോടി പുതിയ വീടുകൾ വരും. 2014 മുൻപുണ്ടായിരുന്ന എല്ലാ ദൗർബല്യങ്ങളും രാജ്യം മറികടന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ബജറ്റ് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം പുതിയ സർക്കാരിന് നൽകി അവസാനിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർക്കെ, ഇടക്കാല ബജറ്റാണ്, വലിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് എന്നൊരു ജാഗ്രത ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാട്ടുന്നുണ്ട്. ഏത് വിഭാഗത്തെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് ആ വിഭാഗത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പുതിയ പദ്ധതികളല്ലെങ്കിലും നിലവിലെ പദ്ധതികൾ അല്പം കൂടി വിപുലീകരിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു. രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ ഇവരെയൊക്കെ തലോടിപ്പോകുന്നൊരു ബജറ്റ്. എങ്ങനെയാണ് ആർക്കെ ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? ആർക്കെ ഇടക്കാല ബഡ്ജറ്റ് എന്നത് ധനമന്ത്രി തന്നെ നേരത്തെ നിഷേധിച്ചിരുന്നു. അവർ പറഞ്ഞത് വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും വോട്ട് ഓൺ അക്കൗണ്ട് ആണ് അവതരിപ്പിച്ചതെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് ഇലക്ഷനെ ലക്ഷ്യമിടുന്നു എന്നത് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. വലിയ അവകാശവാദങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ധനമന്ത്രി കൂടുതൽ സമയവും ഈ പ്രസംഗത്തിൽ സമയം മാറ്റിവെച്ചിട്ടുള്ളത് എന്നത് ഏറ്റവും ആമുഖമായിട്ട് നമുക്ക് നിരീക്ഷിക്കേണ്ട ഒന്നാണ്. ഇതിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചതിൽ പ്രഖ്യാപനങ്ങളായിട്ട് നമുക്ക് ശ്രദ്ധേയമായി എന്ന് തോന്നാൻ സാധിക്കുന്നത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ പദ്ധതി തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. 3 കോടി വീടുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാനായി ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 കോടി വീടുകൾ കൂടി നൽകും എന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഒപ്പം 300 യൂണിറ്റ് വീതം 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം വൈദ്യുതി സൗജന്യമായിട്ട് നൽകുമെന്ന ഒരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ
ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തും എന്ന പ്രഖ്യാപനം ആ മേഖലയിൽ ഉള്ള ആളുകളുടെ അവർ ദീർഘകാലമായിട്ട് ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ക്ഷേമ പദ്ധതികൾ ആവശ്യപ്പെട്ടിരുന്നതാണ് ആ വിഭാഗത്തിന് ആശ്വാസം പകരുന്നത് ആണ്. നിലവിലുള്ള ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. എന്നാൽ അതിനെ എത്രത്തോളം ഈ സംഖ്യാപരമായിട്ട് ഈ വോട്ട് ഓൺ അക്കൗണ്ട് അത് സ്ഥിരീകരിക്കുമെന്നതിനെ കുറിച്ച് സംശയവും ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും നിലവിലുള്ള ആശുപത്രികളുടെ സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രസ്താവന ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുന്നു. ആ ആശുപത്രികൾ അത്തരത്തിൽ നിലവാര സമ്പന്നമായ ആശുപത്രികൾ സൗകര്യവും സ്ഥലവും ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജുകളാക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന പ്രഖ്യാപനം ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ജൂലൈയിലെ സമ്പൂർണ്ണ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ജൂലൈയിൽ ഈ സർക്കാർ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു സന്ദേശം ബഡ്ജറ്റിന് നൽകുന്നതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് വിജയിക്കാനാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് ധനമന്ത്രി നടത്തിയത്. 3 പ്രധാനപ്പെട്ട റെയിൽവേ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഈ ഇടക്കാല ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായി. ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള നിരക്കുകൾ അത് ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ അടക്കമുള്ളവ കോർപ്പറേറ്റ് നികുതിയുടെ കാര്യത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റ് നികുതികളുടെ കാര്യത്തിൽ മാറ്റമില്ലാത്ത തുടരുന്ന ഒരു അവസ്ഥയാണ്. പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം ലഭിക്കുന്നവരിൽ 28% ആളുകൾ പെൺകുട്ടികൾ ആയി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം ഈ സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായി. അത് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുത്തിവയ്പ് പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ്. 9-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികൾക്കായിരിക്കും അതിൻ്റെ ഗുണഫലം ലഭിക്കുക. റെയിൽവേയുടെ സുരക്ഷയ്ക്ക് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ സർക്കാരിന് സമ്മാനിച്ചത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടന്ന റെയിൽ അപകടങ്ങളാണ്. അതുകൊണ്ട് ആ റെയിൽവേ സുരക്ഷിതത്വം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കും എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ റെയിൽവേ കോച്ചുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് അതിന് അന്താരാഷ്ട്ര നിലവാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായി. 40,000-ഓളം കോച്ചുകൾ ഈ നിലവാരത്തിൽ ഉള്ളവ പുതുതായിട്ട് നിർമ്മിക്കും എന്നതാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ ഈ ബഡ്ജറ്റിനെ വീക്ഷിച്ചാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് 3 വിഭാഗങ്ങളെയാണ് 4 വിഭാഗങ്ങളെയാണെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ദരിദ്രർ, വനിതകൾ, കർഷകർ, യുവാക്കൾ ഈ മേഖലയിൽ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ക്ഷേമവും ഉന്നതിയും സമൃദ്ധിയും ലക്ഷ്യമിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ വോട്ട് ഓൺ അക്കൗണ്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന പദ്ധതികളുടെ ഒരു നീണ്ട പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെ അത്ര വലിയ ഒരു പ്രഖ്യാപനമൊന്നും ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല. എന്നാൽ അനുബന്ധ പദ്ധതികൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട് എന്ന ഒരു നിലപാട് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. വാണിജ്യ വ്യാപാര മേഖലയിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന വിധത്തിലുള്ള നയസമീപനങ്ങൾ ഉണ്ടാകും എന്ന സൂചന ബഡ്ജറ്റ് നൽകുന്നതാണ്. കോർപ്പറേറ്റ് നികുതി കുറയ്ക്കാനെടുത്ത തീരുമാനം ഒരുപക്ഷെ ആ മേഖലയ്ക്ക് ഗുണകരമായി മാറും. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളേവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം രാജ്യത്തിന്റെ വിപണിയിൽ വലിയ രീതിയിൽ നിന്ന് വിദേശ വിദേശ നിക്ഷേപം നടത്തിയിരിക്കുന്നവർ അത് പിൻവലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനെ ഏതെങ്കിലും വിധത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാമ്പത്തിക വളർച്ചയുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ പോലും അതിന്റെ ഗുണഭോക്താക്കളായി പലപ്പോഴും മാറുന്നത് കോർപ്പറേറ്റ് സെക്ടറുകളാണ് എന്നുള്ള വിമർശനം അതാണല്ലോ പ്രതിപക്ഷം പ്രധാനമായും ഒരു പ്രധാനപ്പെട്ട വിമർശനമാക്കി ഉയർത്തുന്നത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം, അങ്ങനെ സോഷ്യൽ സെക്ടറിന് അതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല. എല്ലാം ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്കാണ് അതിൻ്റെ നേട്ടങ്ങൾ മുഴുവനായി. ഈ സർക്കാരിൻ്റെ നയം തന്നെ ആ നയത്തിൻ്റെ ഗുണഭോക്താക്കളായി കോർപ്പറേറ്റ് സെക്ടറാണ് മാറുന്നത് എന്നുള്ളൊരു വിമർശനം സജീവമായി ഉയരുന്നൊരു പശ്ചാത്തലം, തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഈ കർഷകരിലേക്ക് ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക്, പ്രധാന വോട്ട് ബാങ്കായ സ്ത്രീകളിലേക്ക്, അതുപോലെ രാജ്യത്തെ യുവാക്കളിലേക്കൊക്കെ അവർക്കൊക്കെ തലോടലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ, അത്
സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് ആർക്കെ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. കാരണം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫലത്തിൽ വോട്ട് ഓൺ അക്കൗണ്ട് ആണെങ്കിലും ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്ത എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കുന്നതാണ്. ഒരുപക്ഷെ റീജിത്ത് പറഞ്ഞതുപോലെ ഒരു വോട്ട് ഓൺ അക്കൗണ്ടിൻ്റെ സാഹചര്യമാണ് ഉള്ളതെങ്കിലും ഇടക്കാല ബഡ്ജറ്റ് എന്ന ആനുകൂല്യം മുതലെടുത്ത് വിപുലങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് വിപരീതമാകുന്ന വിഭാഗം അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് വിലയിരുത്തപ്പെടും. അങ്ങനെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ തിരിച്ചടികൾക്കും അത് കാരണമാകും എന്ന മുൻ യാഥാർത്ഥ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വലിയ प्रतिबिंब है। ആർക്കെ തുടരുക പ്രധാനമന്ത്രി സംസാരിക്കുന്നതിലേക്ക്. दो महत्वपूर्ण निर्णय ले गए हैं। रिसर्च और इनोवेशन पर 1,00,000 करोड़ रुपए का फंड बनाने की घोषणा की गई है। बजट में स्टार्टअप्स को मिलने वाली टैक्स छूट के विस्तार का भी ऐलान किया गया है। साथियों, इस बजट में फिस्कल डेफिसिट को नियंत्रण में रखते हुए कैपिटल एक्सपेंडिचर को 11,11,111 करोड़ रुपए की ऐतिहासिक ऊंचाई दी गई है। अर्थशास्त्रियों की भाषा में कहें तो एक प्रकार से स्वीट स्पॉट है। इससे भारत में 21वीं सदी के आधुनिक इंफ्रास्ट्रक्चर के निर्माण के साथ ही युवाओं के लिए अनगिनत रोजगार के नए अवसर तैयार होंगे। बजट में वंदे भारत स्टैंडर्ड की 40,000 आधुनिक बोगियां बनाकर उन्हें सामान्य यात्री ट्रेनों में लगाने का ऐलान किया गया है। इससे देश के अलग अलग रेल रूट पर करोड़ों यात्रियों में आरामदायक यात्रा का अनुभव बढ़ेगा। साथियों, हम एक बड़ा लक्ष्य तय करते हैं, उसे प्राप्त करते हैं और फिर उससे भी बड़ा लक्ष्य अपने लिए तय करते हैं। गरीबों के लिए हमने गांवों और शहरों में 4 करोड़ से अधिक घर बनाए। अब हमने 2 करोड़ और नए घर बनाने का लक्ष्य रखा है। हमने 2 करोड़ महिलाओं को लखपति दीदी बनाने का लक्ष्य रखा था। अब इस लक्ष्य को बढ़ाकर 3 करोड़ लखपति दीदी बनाने का कर दिया गया है। आयुष्मान भारत योजना ने गरीबों की बहुत मदद की है। अब आंगनवाड़ी और आशा वर्कर उन सबको इस योजना का लाभ मिलेगा। साथियों, इस बजट में गरीब और मध्यम वर्ग को एम्पावर करने, उनके लिए आय के नए अवसर बनाने पर भी बहुत जोर दिया गया है। रूफटॉप सोलर अभियान में 1 करोड़ परिवारों को सोलर रूफटॉप के माध्यम से मुफ्त बिजली प्राप्त होगी। इतना ही नहीं, सरकार को अतिरिक्त बिजली बेचकर लोगों को 15 से 20,000 प्रति वर्ष की आय भी होगी और ये हर परिवार को होगी। साथियों, आज जिस इनकम टैक्स रेमिशन स्कीम की घोषणा की गई है, उससे मध्यम वर्ग के करीब 1 करोड़ लोगों को बड़ी राहत मिलेगी। पिछली सरकारों ने सामान्य मानवी के सिर पर दशकों से ये बहुत बड़ी तलवार लटका कर रखी थी। आज इस बजट में किसानों के लिए भी बहुत महत्वपूर्ण और बड़े निर्णय लिए गए हैं।
नैनो डीएपी का उपयोग हो, पशुओं के लिए नई योजना हो, पीएम मत्स्य संपदा योजना का विस्तार हो और आत्मनिर्भर ऑयल सीड अभियान हो। इससे किसानों की आय बढ़ेगी और खर्च कम होगा। मैं एक बार फिर सभी देशवासियों को इस ऐतिहासिक बजट के लिए शुभकामनाएं देता हूं। बहुत बहुत धन्यवाद। രാജ്യത്തെ ദരിദ്രരെയും മധ്യവർഗത്തെയും ശാക്തീകരിക്കുന്ന ബജറ്റ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുന്നത്. PM ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ കൂടി വരാൻ പോകുന്നു. 1 കോടി വീടുകൾക്ക് 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാകുന്നു. അത്തരത്തിലുള്ള പ്രഖ്യാപനം ബജറ്റിലുണ്ടാകുന്നു. യുവാക്കളുടെ തൊഴിൽ സാധ്യത ഇരട്ടിയാക്കും എന്ന പ്രഖ്യാപനം നിർമ്മലാ സീതാരാമൻ നടത്തുന്നു. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കും. നിലവിലെ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളായി ഉയർത്താൻ പോകുന്നു. ആരോഗ്യ മേഖലയിലുള്ള പ്രഖ്യാപനങ്ങൾ അങ്ങനെ വിശദീകരിക്കുന്നു. മത്സ്യ കയറ്റുമതി ഇരട്ടിയാക്കും. അതുപോലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കും. കാർഷിക മേഖലയിൽ വിപണി ബന്ധിത പദ്ധതികൾ വരാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനവും ബജറ്റിൽ ഇടം പിടിക്കുന്നത് നമ്മൾ കണ്ടു. കായിക രംഗത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നുണ്ടായിരുന്നു ധനമന്ത്രി. ആരോഗ്യ മേഖലയിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ഗർഭിണികൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക പദ്ധതി വരും എന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അതുപോലെ വ്യോമയാന മേഖലയിൽ, റെയിൽ മേഖലയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. 3 പുതിയ റെയിൽ ഇടനാഴി, റെയിൽവേ കോച്ചുകളിലെ സൗകര്യങ്ങൾ ഉയർത്തും. കൂടുതൽ വന്ദേ ഭാരത് സൗകര്യമുള്ള കൂടുതൽ കോച്ചുകൾ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം. ടൂറിസം മേഖലയിൽ കൂടുതൽ പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങൾ. അതിൽ തന്നെ സ്പിരിച്വൽ ടൂറിസത്തെ, ആത്മീയ ടൂറിസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകും. മെട്രോ റെയിൽ കൂടുതൽ വിപുലമായ പദ്ധതികളിലേക്ക് പോകും എന്നുള്ള പ്രഖ്യാപനം. അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി നിലവിലുള്ള പദ്ധതികളെ വിപുലീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് എന്നൊരു ജാഗ്രത കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രതിപക്ഷം ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കടക്കണിയിൽ മുങ്ങിയ കേരളത്തിന് ആശ്വാസം എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ദിശാബോധമേകുന്ന ബജറ്റാണ് ഇന്ന് ബഹുമാന്യയായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ബജറ്റാണിത്. കാരണം കേരളം കടക്കടിയിൽ മുങ്ങി നിൽക്കുന്നു, കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ്. ബജറ്റിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം പ്രഖ്യാപനങ്ങളെന്ന് ആന്റണി MP. കൂടുതൽ കള്ളം പറയാൻ അറിയാത്തതുകൊണ്ട് ബജറ്റ് കുറഞ്ഞ സമയത്തിൽ അവസാനിപ്പിച്ചു. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്നും ആന്റണി കുറ്റപ്പെടുത്തി. നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് പ്രസംഗമാണ്. ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ വേദി ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്നുള്ളതല്ലാതെ, കുറേയേറെ അസത്യങ്ങളും പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒന്നും ആശാഹമായി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലില്ല. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന 90% വരുന്നത് സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവരുമാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഇന്ത്യ 10-20 വൻകിടക്കാരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. യാതൊരു യാഥാർത്ഥ്യബോധവുമില്ല. ബജറ്റിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം. സ്വയം അഭിനന്ദിക്കുന്നതും പ്രശംസിക്കുന്നതുമായ പദപ്രയോഗങ്ങളല്ലാതെ മറ്റൊന്നും ബജറ്റിലില്ല എന്നാണ് വിമർശനം. അടുത്ത സർക്കാർ വരും വരെ ആവശ്യമായ ഫണ്ടുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ഭരണപരമായ വ്യായാമം മാത്രമാണ് ബജറ്റെന്നും കാർത്തി ചിദംബരം കുറ്റപ്പെടുത്തി. This is a mere administrative exercise to ensure that the government of India has the requisite funds to carry on its normal business until the new parliament is constituted and a new government is formed. And that's what they have done. Except for making their obligatory self-congratulatory, self-praise phrases, there nothing else is there, and nothing should have been there, and rightly so, nothing is there. സംസ്ഥാനത്തെ BJP നേതൃത്വം ഈ ബജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുകൂടി പരിശോധിക്കാം. ഷഹദ് റഹ്മാൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഹദ് റഹ്മാനൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഷഹദിലേക്ക്. ഷഹദ്, K. സുരേന്ദ്രൻ എങ്ങനെയാണ് ബജറ്റിനെ കാണുന്നത്?
തീർച്ചയായും നമുക്ക് കെ സുരേന്ദ്രനോട് തന്നെ ചോദിക്കാം ഈ ഒരു ബഡ്ജറ്റിനെ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന്. നമസ്കാരം. ഇപ്പം ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഇടക്കാല ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനെ വിളിക്കാം. എങ്ങനെയാണ് സംസ്ഥാനത്ത് BJP നേതൃത്വം ഈ ഒരു ബഡ്ജറ്റിനെ നോക്കി കാണുന്നത്? ഇടക്കാല ബജറ്റ് ആണെങ്കിലും ഈ ബജറ്റ് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റാണ്. കേരളത്തിൽ പൊതുവെ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നുള്ളതാണ്. 2023-24 പൊതുബജറ്റിൽ 20 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് ആയിട്ടുള്ള വിഹിതമായിട്ട് അനുവദിച്ചത്. ഈ ബജറ്റിൽ 22 ലക്ഷം കോടിയിലധികം 22,70,75,000 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ 10% വർധനവ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പിൽ വന്നിരിക്കുന്നു. അതാണ് കേരളം എപ്പോഴും പറയുന്നത്, ഞങ്ങളെ സഹായിക്കുന്നില്ല, സ്റ്റേറ്റുകളെ അവഗണിക്കുന്നു, ഒരു ഭയങ്കരമായിട്ടുള്ള മോണപ്പൊളി, ഒരു കേന്ദ്രത്തിൻ്റെ അമിതാധികാരമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. 10% സംസ്ഥാനത്തിന് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കിയാൽ ലോക്കൽ ബോഡീസിൻ്റെ, അതായത് അർബൻ ലോക്കൽ ബോഡിയിലും റൂറൽ ലോക്കൽ ബോഡിയിലും തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്നിവരുടെ വിഹിതത്തിൻ്റെ കാര്യത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നിർമ്മല സീതാരാമൻജി ബജറ്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യമല്ല, അതിനുശേഷം അലോക്കേഷൻസ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ഇതൊക്കെ പറയുമ്പോൾ ഇപ്പം സംസ്ഥാനം ഇത്തവണ അല്ലെങ്കിൽ സംസ്ഥാനത്തെ MP-മാർ ഇത്തവണ മുന്നോട്ട് വെച്ച കുറേ ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എയിംസ് ഉൾപ്പെടെയുള്ള ബജറ്റിലല്ലെന്ന്. ഇതാണ് ഈ MP-മാരെ പോലത്തെ ഭൂലോക മണ്ടന്മാർ, കേരളത്തിലെ MP-മാരെ പോലത്തെ ഭൂലോക മണ്ടന്മാർ ഈ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ഇതൊന്നും പ്രഖ്യാപിക്കുന്നത് ഓരോ സംസ്ഥാനത്തിനും എവിടെയാണ് എന്താണ്, ഇതൊന്നും പ്രഖ്യാപിക്കുന്നത് ബജറ്റിലല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു ഇൻട്രീം ബജറ്റ് ആണെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ലെങ്കിൽ അവരെന്തോ തകരാറ് അവർക്ക് സംഭവിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, 2024 ജൂലൈയിൽ വിശദമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന അടിസ്ഥാന പ്രശ്നം, ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ 2 സുപ്രധാനമായ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. 2 കോടി പുതിയ വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ ഇത്തവണത്തെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആധാരമില്ലാത്ത, വസ്തു ഇല്ലാത്ത, ഭൂമി ഇല്ലാത്ത, ആധാർ കാർഡ് ഇല്ലാത്ത, ഒരു ഡോക്യുമെന്റും ഇല്ലാത്ത ചേരികളിൽ കഴിയുന്ന പാവപ്പെട്ടവരെ കൂടി ഇത്തവണ വീടിൻ്റെ നിർമ്മാണത്തിലേക്ക്, വീട് കൊടുക്കുന്നതിൻ്റെ പരിധിയിലേക്ക് പെടുത്തിയിരിക്കുന്നു. പിന്നെ കർഷകരെ സംബന്ധിച്ച്, അതുപോലെ തന്നെ തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ ഏറ്റവും പെട്ടെന്ന് 35 ലക്ഷം തൊഴിലവസരങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് വരും മാസങ്ങളിലാണ്. പക്ഷേ ഈ ബജറ്റ് അടുത്തൊരു വർഷത്തേക്ക് 55 ലക്ഷം തൊഴിലവസരങ്ങൾ കോസ്റ്റൽ ഏരിയയിൽ മാത്രം, മത്സ്യപ്രവർത്തക മേഖലകളിൽ മാത്രം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 1 കോടി വീടുകളിൽ സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കും. ഏത് ഗവൺമെൻറ്റാണ് ഇതുവരെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതായത് റൂഫ് ടോപ്പ് സോളാർ പദ്ധതി പ്രകാരം 1 കോടി വീടുകളിൽ സൗജന്യമായിട്ട് 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും ഈ ബജറ്റ് സ്പർശിച്ചിട്ടുണ്ട്. ഈ ബജറ്റ് ഒരു ഇടക്കാല ബജറ്റാണ്. ആ ഇടക്കാല ബജറ്റായിട്ടും നമ്മളെ കേരളം പരിഗണിച്ചിരുന്ന കൺസേൺസ് എല്ലാം, ഇപ്പോൾ തീവണ്ടികൾ കേരളക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് യാത്രാ പ്രശ്നം. ഇപ്പം 40,000 നിലവിലുള്ള ബോഗികൾ വന്ദേ ഭാരതിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുമെന്നാണ് റെയിൽവേയുടെ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. റെയിൽവേ അലോക്കേഷൻസ് 10 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ട് നോക്കിയാലും ഈ ബജറ്റ് സർവ്വസാധാരണക്കാരനെയും സ്വാധീനിക്കുന്ന ഒരു ബജറ്റാണ്. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വിമർശനങ്ങളുടെയും മുനയൊടിക്കുന്ന ഒരു ബജറ്റാണ്. ഇടക്കാല ബജറ്റായിട്ടും വലിയ പരിഗണനയാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ബജറ്റ് നൽകുന്നത് എന്നുള്ളതാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശരി, എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിനെ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രാജ്യത്തെ ദരിദ്രരെ, സാധാരണക്കാരെ, മധ്യവർഗത്തെ ശാക്തീകരിക്കുന്ന ബജറ്റ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് രാജ്യത്തോട് വിശദീകരിച്ചത്. നേരത്തെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കൂടുതലായി ചില പ്രഖ്യാപനങ്ങൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് വ്യോമയാന മേഖലയിൽ 570 പുതിയ റൂട്ടുകൾ എന്നുള്ളതാണ്. 1000 പുതിയ വിമാനങ്ങൾ കൂടി എത്താൻ പോകുന്നു. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നടപടികൾ ഉണ്ടാകും എന്ന് നിർമ്മല സീതാരാമൻ വിശദീകരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഈ ബസ്സുകൾ, ഈ കാറുകൾ, ഈ സ്കൂട്ടറുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. അതിനായി പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് ദീർഘകാല ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ, അതുപോലെ ലക്ഷദ്വീപിൽ ടൂറിസം രംഗത്ത് വലിയ
ലക്ഷദ്വീപിനെ ടൂറിസം രംഗത്ത് വലിയ കുതിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകാൻ പോകുന്നു. ടൂറിസം മേഖലയിലേക്ക് വിദേശ നിക്ഷേപം വരാൻ പോകുന്നു. പ്രാദേശിക ടൂറിസം വികസനത്തിന് സംസ്ഥാനത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ഉണ്ടാകും എന്ന് ബജറ്റ് വിശദീകരിക്കുന്നുണ്ട്. യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിങ്ങനെ ഇവരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മധ്യവർഗത്തെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ 2047 ഇന്ത്യ വികസിത രാജ്യമാകും എന്ന പ്രഖ്യാപനം വീണ്ടും ആവർത്തിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, നേരത്തെ നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഈ സർക്കാരിൻ്റെ നയങ്ങളുടെ ഗുണഭോക്താക്കൾ കോർപ്പറേറ്റ് സെക്ടറുകൾ മാത്രമായി മാറുന്നു എന്നുള്ള വിമർശനത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ ഈ ബജറ്റ് കഴിഞ്ഞതിന് ശേഷവും പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം അതാണ്. പ്രതികരണങ്ങളിൽ നമ്മളത് കണ്ടിരുന്നു. അത് ആർക്കേക്ക് തുടരാം. ഒപ്പം തന്നെ ഈ 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അത് ധനമന്ത്രി ബജറ്റിലും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള വെല്ലുവിളികൾ രാജ്യത്തിനകത്ത്, രാജ്യത്തിന് പുറത്താണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പല സാമൂഹിക സാഹചര്യങ്ങൾ, യുദ്ധം പോലുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആസൂത്രണം എങ്ങനെയായിരിക്കുമെന്ന് ബജറ്റ് സൂചന നൽകുന്നുണ്ടോ ആർക്കെ? രജിത്ത്, ഞാൻ ഒരു പ്രധാനപ്പെട്ട സ്ഥിതി വിവരം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ഒന്ന് പറയാം. ഈ ധനക്കമ്മിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ഒരു വളരെ കൃത്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരുന്നു. 5-ൽ കുറച്ച് ധനക്കമ്മി കൊണ്ടുവരിക എന്നതാണ് സർക്കാർ ലക്ഷ്യം എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനു പിന്നാലെ നമ്മുടെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഉയരുന്ന ഒരു ഏറ്റവും നല്ല ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നു. 82.96 ആയിട്ടാണ് മൂല്യം ഉയർന്നിരിക്കുന്നത്. അത് നിലവിൽ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സർക്കാരിന് അവർ പ്രഖ്യാപിച്ച നയങ്ങളുടെ ഗുണബലമാണ് എന്ന് വിശദീകരിക്കാനായി അടുത്ത മണിക്കൂറുകളിൽ അവസരം നൽകുന്ന ഒന്നാണ്. അതേസമയം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരി വിപണനം, കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കുന്ന നടപടിക്രമങ്ങൾ തുടരും എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ബഡ്ജറ്റ് രേഖ. ഈ ബഡ്ജറ്റ് രേഖയിൽ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ 50,000 കോടി രൂപയാണ് അടുത്ത 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതുമേഖലാ ഓഹരി വിൽപ്പനയുടെ ലക്ഷ്യമായിട്ട് സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിലെ ലക്ഷ്യം 30,000 കോടി രൂപയായിട്ട് കുറച്ചിട്ടുമുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഏതാണ്ട് അടുത്ത 2 വർഷങ്ങളിലായിട്ട് ഏതാണ്ട് 80,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി പൊതുമേഖലയ്ക്ക് നഷ്ടമാകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ഈ ബഡ്ജറ്റ് രേഖയുടെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട്. രാജ്യത്തെ എല്ലാ ഇടങ്ങളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നു എന്ന വിമർശനത്തെ ശക്തമാക്കുന്നതാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പ്രഖ്യാപനം. ഓഹരി വിപണനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ അത് നയമാണ്, അതിലേതെങ്കിലും വിധത്തിലുള്ള ഒരു തിരുത്തലില്ല എന്നത് പ്രഖ്യാപിക്കുക കൂടിയാണ് ഇടക്കാല ബഡ്ജറ്റായിട്ട് കൂടി നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്നത്. നികുതി നിർദ്ദേശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തുടരുക. ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതെ, ഞാൻ ഒന്നും കൂടി ഒന്ന് സ്റ്റഡി ചെയ്ത് പറയും. ഇപ്പോൾ നിയമസഭയിൽ നിന്നാണല്ലോ വരുന്നത്, അപ്പോൾ അതൊന്ന് നോക്കി കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും കേരളത്തിലെ ടൂറിസത്തിന് വേണ്ടി എന്തൊക്കെ സാധ്യതകൾ ഉണ്ടോ ആ സാധ്യതകളെയൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഉള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ, നേരത്തെ പറഞ്ഞ വിഷയമാണല്ലോ. തിരുവനന്തപുരത്തെ റോഡിന്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ രാവിലെ റോഡ് തുറന്നല്ലോ, നിങ്ങൾ അതിൽ പോയിട്ടുണ്ടോ? ചിലപ്പോൾ പലരും അതിലെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അത് വിവിധ റോഡുകൾ മുറിച്ച് വിവിധ ടെൻഡറുകളാക്കി മാറ്റി കരാറുകാരനെ നേരത്തെ ടെർമിനേറ്റ് ചെയ്ത് ഇത്തരമൊരു നിലപാട് നിശ്ചയദാർഢ്യത്തോടുകൂടി സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തീയതികൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചാണല്ലോ, നമ്മൾ തന്നെ നേരിട്ട് റോഡ് പ്രവൃത്തിയുടെ സമയത്ത് വിശദീകരിച്ചാണ്. ആ നിലയിൽ റോഡിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാവും. വളരെ ആശ്വാസകരമായ കാര്യമാണത്. അത് പൂർത്തീകരിക്കാനാകും. ഇതിൽ സമയബന്ധിതമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ KRFB ഏൽപ്പിച്ച റോഡുകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച റോഡുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പരിശോധിക്കുന്നുണ്ട്. KRFB ഏൽപ്പിച്ച റോഡുകൾ വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള റിവ്യൂ യോഗങ്ങൾ എല്ലാ സമയത്തും ഇപ്പോൾ കുറേയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് സൈറ്റിൽ പോയി കാര്യങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെ നമുക്കത് നല്ല നിലയിൽ പൂർത്തീകരിക്കാനാകും. അതിൽ മറ്റു പ്രയാസങ്ങളൊന്നും വരുന്നില്ല.
ശരി, മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. ആർക്കെ സംസാരിക്കുന്നതിനിടയിലാണ് നമ്മൾ മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോയത്. ആർക്കെ തുടരാം. ആർക്കെ ഇനി ഞാൻ ചൂണ്ടിക്കാട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നികുതിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രത്യക്ഷ പരോക്ഷ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഇല്ലാത്തത് ഒരുപക്ഷെ ഓഹരി വിപണിയെ സ്വാധീനിച്ചു അഥവാ നിരാശപ്പെടുത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓഹരി വിപണി അല്പം താഴ്ന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം പിൻവലിക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന് കൂടുതൽ ശക്തി പകരുന്ന ഒന്നായിട്ട് ഇത് മാറുന്നുണ്ട്. എന്നാൽ ഇതിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. അതിൽ 2010 മുമ്പുള്ള 25,000 കോടി രൂപയിൽ താഴെയുള്ള ആദായ നികുതി കേസുകൾ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. 25,000 കോടി രൂപയിൽ താഴെയുള്ള ആദായ നികുതി കേസുകൾ അവസാനിപ്പിക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അത് 2010 മുൻപുള്ള കേസുകളാണ് ഉപേക്ഷിക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് ഒരു സെറ്റിൽമെന്റ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമില്ല. ഒരുപക്ഷെ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഒക്കെ ആയിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപനമായിട്ട് വരാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി ഒരുപക്ഷെ ഈ തീരുമാനം അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണഫലം വരുന്നത് എന്നത് നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സംഖ്യ ഒന്ന് ശ്രദ്ധിക്കണം. 25,000 കോടി രൂപയിൽ താഴെയുള്ള ആദായ നികുതി കേസുകളാണ് അവസാനിപ്പിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച മറ്റൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ധനക്കമ്മിയുടെ കാര്യമാണ്. മന്ത്രി പറഞ്ഞത് ധനക്കമ്മി ലക്ഷ്യമിട്ടത് GDP-യുടെ 5.9 ആണ്. പക്ഷേ 5.8 ആക്കി നിർത്താനായി സാധിച്ചു. അതായത് 5.9 എന്ന ലക്ഷ്യം കൈവരിക്കാൻ അത് സാധിച്ചു എന്ന് പറയുന്ന വിധത്തിലാണ് 5.8% കുറഞ്ഞു എന്ന് ധനമന്ത്രി വിശദീകരിച്ചത്. തീർച്ചയായിട്ടും ഒരു സർക്കാരിനെ സംബന്ധിച്ച് ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് ധനക്കമ്മി കുറഞ്ഞു എന്നുള്ളത്. അടുത്ത വർഷത്തെ ലക്ഷ്യം ധനമന്ത്രി പറഞ്ഞത് 5.1 ആക്കി കുറയ്ക്കുക എന്നുള്ളതാണ് എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. ഇതിൽ സുപ്രധാനമായിട്ടുള്ള കാര്യം 2025-26 ഇത് 4.5 ആക്കി കുറയ്ക്കും എന്നുള്ളതാണ്. ഇതിനൊരു മറുഫലം ഉണ്ട് ശ്രീജിത്ത്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ധനക്കമ്മി 3% മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് 15ാം ധനക്കമ്മീഷൻ മുതൽ പിന്തുടരുന്ന നിലപാട്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് കേരളത്തെ സംബന്ധിച്ച് ഈ ധനക്കമ്മി നിയന്ത്രിക്കാൻ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും സാധിച്ചിട്ടില്ല. ഈ ധനക്കമ്മി നിയന്ത്രിക്കണം എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് വരാൻ പോകുന്നത് കടുത്ത നിയന്ത്രണങ്ങളായിരിക്കും. വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും അത് ഫലമായി വരാനായി പോകുന്നത്. കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിഹിതവുമായി ബന്ധപ്പെട്ടിട്ടും കേരളത്തിന് വലിയ നഷ്ടമുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ കേരളത്തിന് ഇപ്പോൾ തന്നെ വലിയ പരാതികളുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അവഗണനയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇക്കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഇടത്തേക്കാകും കേന്ദ്ര സർക്കാർ ധനക്കമ്മിയുടെ കാര്യത്തിൽ 5.1 എന്ന ലക്ഷ്യമാണ് ഇടുന്നതെങ്കിൽ, അഥവാ 2025-26 4.5 ലക്ഷ്യമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതെങ്കിൽ കേരളത്തിന് വരാനായി പോകുന്നത് ഈ കമ്മി കുറയുന്നതിനാൽ സർക്കാരിന്റെ കടമെടുപ്പ് കുറയും എന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ വച്ച് പുലർത്തുന്നത്. അടുത്ത വർഷം കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്ന കടം സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. 14.1 ലക്ഷം കോടി രൂപ കടമാണ് എടുക്കുക എന്നുള്ളതാണ്. ഈ പഴയ കടം തിരിച്ചു കൊടുക്കുന്നതിന് കഴിഞ്ഞാൽ അത് വഴി നമുക്ക് ലഭിക്കുന്നത് 11.75 ലക്ഷം കോടിയാണ്. അതായത് അറ്റ കടമെടുപ്പ് എന്ന വാക്കുകൊണ്ട് നമുക്ക് വിവക്ഷിക്കാവുന്നത് കേവലം 11.75 ലക്ഷം കോടിയാണ്. 14.1 ലക്ഷം കോടി രൂപയാണ് നമ്മൾ കടം എടുക്കാനായിട്ട് പോകുന്നത്. ഈ ഗവൺമെന്റിന്റെ മൂലധന ചെലവ് അടുത്ത വർഷം എത്രയായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യവും ഇന്നത്തെ ഈ ഇൻട്രീം ബഡ്ജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. 11.1 ലക്ഷം കോടിയായിരിക്കും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ബജറ്റുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ നൽകുകയായിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ കേന്ദ്ര ബജറ്റ് ഒരു കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഒരു 5-അംഗ മാതൃകാ കുടുംബത്തെ ബജറ്റ് ഏതൊക്കെ തരത്തിലായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിന്റെ എക്സ്പ്ലെയിനറുമായി നമുക്കിപ്പം പ്രജിൻ സി കണ്ണൻ ചേരുകയാണ്. ഓവർ ടു പ്രജിൻ സി കണ്ണൻ.
ഒരു ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെ വിലക്കയറ്റം ഉണ്ടാവും, ഏതൊക്കെ സാധനങ്ങൾക്കായിരിക്കും വില കുറയുക, ഇത്തരം ചോദ്യങ്ങളുണ്ട്. ഒരു കുടുംബത്തിന്റെ ബജറ്റിനെ ഇത് ബാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും. നമുക്കൊരു കുടുംബത്തെ പരിചയപ്പെടാം. ഇതൊരു നമ്മുടെ മുന്നിൽ 5 അംഗ കുടുംബമുണ്ട്. കർഷകനായ മുത്തച്ഛനുണ്ട്, പെൻഷൻ വാങ്ങുന്ന വീട്ടമ്മയായ ഒരു മുത്തശ്ശിയെ നിങ്ങൾക്ക് കാണാം, സ്വയം സംരംഭനായ മകനുണ്ട്, ഉദ്യോഗസ്ഥയായ ഒരു മകളുണ്ട് ഈ കുടുംബത്തിൽ, ഒപ്പം അവരുടെ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കുടുംബത്തെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ബാധിക്കുന്നത്, അതെന്തൊക്കെ മേഖലകളാണ് എന്ന് നോക്കാം. ആദ്യം മുത്തശ്ശി ചോദിക്കുകയാണ്. എന്താണ് മുത്തശ്ശിയുടെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പാചകവാതക വില മാറുമോ എന്നാണ്. സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൽ നിന്നും ഉയരുന്ന വളരെ സുപ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരമെന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ആരോഗ്യരംഗത്ത് എന്താണ് ഉള്ളതെന്നാണ്. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കി ഉയർത്താനും കൂടുതൽ ഡോക്ടർമാരെ സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യമെന്ന് ഈ ബജറ്റിൽ പറയുന്നുമുണ്ട്. ഇനി അടുത്തതാരാണ് വരുന്നത് നോക്കാം. ഇതാ ഉദ്യോഗസ്ഥയായ മരുമകൾ ഇനി നമ്മുടെ മുന്നിലേക്ക് വരും. എന്താണ് മരുമകളുടെ ചോദ്യം എന്നുകൂടി നോക്കാം. ആദായ നികുതി മാറുമോ എന്നാണ്. ഉദ്യോഗസ്ഥരെല്ലാവരും ചോദിക്കുന്ന ചോദ്യം നികുതിയിൽ മാറ്റങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, അത് ഒരുപക്ഷെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ധനവില മാറുമോ എന്നാണ്. സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാകാം, പക്ഷേ ഒപ്പം ബസ് പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, ഒപ്പം അവരുടെ മുതലാളിമാരുണ്ട്. ഇവരെല്ലാം ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ഇന്ധനവില എന്തെങ്കിലും മാറുമോ എന്നാണ്. ഉദ്യോഗസ്ഥയാണ്, ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീയാണ്. അങ്ങനെയെങ്കിൽ ആ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഒരു മാറ്റവും ഈ ബജറ്റ് വഴി ഇല്ല എന്നുള്ള ഉത്തരമാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ എത്ര കൊടുക്കുന്നോ അത് തന്നെ ഏപ്രിൽ 1 കഴിഞ്ഞാലും ഇന്ധനത്തിനായി കൊടുക്കേണ്ടി വരും. അത് പെട്രോൾ ആയാലും ഡീസൽ ആയാലും. എന്നാൽ യാത്ര ചെയ്യാൻ പുതിയ ട്രെയിനുകളുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് വോട്ട് ഓൺ അക്കൗണ്ട് ആയതിനാൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ 40,000 സാധാരണ കോച്ചുകൾ വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് യാത്രയുടെ സൗകര്യം കൂടും എന്നർത്ഥം. അത് നിലവിലെ സർവീസുകളെ ബാധിക്കുമോ അതോ പുതിയ സർവീസുകൾ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാം. ഇനി അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. കുടുംബത്തിലെ കാരണവർ മുത്തച്ഛനാണ്. മുത്തച്ഛൻ കടന്നു വരുന്നു. മുത്തച്ഛന്റെ ചോദ്യം സ്വാഭാവികമായിട്ടും എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന് നോക്കാം. അത് കൃഷിയെക്കുറിച്ചാണ്. കർഷകർക്ക് എന്തൊക്കെയുണ്ട് ഈ ബജറ്റിൽ പ്രഖ്യാപനം എന്നുള്ളതാണ്. വരുമാനം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. സംഭരണം വേഗത്തിൽ നടത്തുമെന്നും പ്രതിഫലം ഉടൻ അക്കൗണ്ടിൽ എത്തുമെന്നും ധനമന്ത്രി പറയുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലൊക്കെയുള്ള നെൽകർഷകർക്കൊക്കെ അത് ആശ്വാസം പകരുന്ന ഒരു പ്രഖ്യാപനമാണ്. ഇനി ഏറ്റവും ഒടുവിൽ നില അടുത്തതായിട്ട് മകൻ മുന്നോട്ട് വരുന്നു. ചോദ്യം ഇതാണ്, പരോക്ഷ നികുതി മാറുമോ എന്നുള്ളതാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, അതിൽ ഒരു മാറ്റവും ഇല്ല എന്നതാണ് ഉത്തരം. അതായത് സോപ്പും ചീപ്പ് കണ്ണാടി മുതൽ എന്തിനും ഏതിനും ഇപ്പോഴെന്താണോ നികുതി അത് തന്നെ ഇനിയും കൊടുക്കേണ്ടി വരും എന്നതാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ ഈ പുതിയ ബജറ്റിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് സൂചനയുണ്ടോ എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം വരാം. ഉണ്ട്. അത് 3 റെയിൽവേ സാമ്പത്തിക ഇടനാഴി എന്ന പ്രഖ്യാപനമാണ്. രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റുമെന്നാണ് പ്രഖ്യാപനം. ഗ്രാമീണ ടൂറിസം വികസന പദ്ധതിക്കൊപ്പം ലക്ഷദ്വീപിൽ ടൂറിസം വികസനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിനെ ഒരു പ്രൈം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും എന്നാണ് പ്രഖ്യാപനം. അത് മാലദ്വീപ് ഉണ്ടായുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പ്രഖ്യാപനത്തിന് അതൊരു നയതന്ത്ര പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രാധാന്യമായി അതിനെ വിലയിരുത്താം. ടൂറിസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ധനമന്ത്രി. അപ്പോൾ പുതിയ വീടുകൾ വരുമോ എന്ന ചോദ്യമുണ്ട്. വരും എന്നാണ് ഉത്തരം. PM ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ കൂടി പ്രഖ്യാപനത്തിലുണ്ട്. 1 കോടി വീടുകളിൽ സോളാർ വൈദ്യുതി വരും. സോളാർ വീടുകളിൽ 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും ലഭിക്കും. അപ്പോൾ പുതിയ റോഡുകളും പാലങ്ങളും ഉണ്ടാകുമോ? ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇനി അടുത്ത സർക്കാരിന്റെ ബജറ്റിലാണ് അത് ഉണ്ടാവുക എന്നും അനുമാനിക്കാം. ഇനി ഏറ്റവും ഒടുവിലായി നമ്മുടെ കൊച്ചു മകൾ വരുന്നു. വിദ്യാർത്ഥിനിയാണ്. സ്വാഭാവികമായും വിദ്യാഭ്യാസ രംഗത്ത് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം വരും അല്ലെങ്കിൽ ഉണ്ടാക്കുമെന്നാണ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. പെൺകുട്ടികൾക്ക് പ്രത്യേക കരുതലും ഈ ബജറ്റിൽ പറയുന്നുണ്ട്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധനമന്ത്രി ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ. എന്തായാലും ഒരു ഇന്ററിം ബജറ്റാണ്, ഇടക്കാല ബജറ്റാണ്. പുതിയ സർക്കാർ, അതായത് ഏപ്രിൽ ഇലക്ഷനാണ്, അത് കഴിഞ്ഞ് പുതിയ സർക്കാർ വരും. അപ്പോഴായിരിക്കും ഒരു ഫുൾ ബജറ്റ് ഉണ്ടാവുക. ഇനി ഓവർ ടു ടി കരീത്. ഒരു
ഒരു ബജറ്റിന് ശേഷം പ്രഖ്യാപനങ്ങൾ നമ്മളെ എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. സ്വാഭാവികമായും ഒരു കുടുംബത്തിൽ നിന്ന് ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകാവുന്ന ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ അതേത് തരത്തിലാണ് ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രേക്ഷകരോട് വിശദീകരിക്കുകയായിരുന്നു പ്രജിത് സി കണ്ണൻ. ബജറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരുന്ന മണിക്കൂറാണ്. സ്ത്രീകൾക്ക് മുൻഗണന നൽകാത്ത ബജറ്റ് എന്നാണ് ജബി മേത്തർ എംപിയുടെ പ്രതികരണം. രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ബജറ്റിലില്ല എന്നുള്ള വിമർശനവും ജബി മേത്തർ ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പിന് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്നും ജബി മേത്തർ പറഞ്ഞു. 2024-25 ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് പൂർണ്ണമായും നിരാശാജനകമാണ്. ഇത്രയേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു ബഡ്ജറ്റ്, എല്ലാവിധം ജനങ്ങളെയും അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റ്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിലക്കയറ്റവും ഇൻഫ്ലേഷനുമാണെങ്കിൽ അതൊന്നും പിടിച്ചു നിർത്താൻ വേണ്ടി യാതൊരുവിധ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാത്ത ഒരു ബഡ്ജറ്റ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു കൂടുതൽ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു ബഡ്ജറ്റാണെങ്കിൽ പോലും സ്ത്രീകൾ പോലും അവഗണന നേരിടുന്ന ഒരു ബഡ്ജറ്റായിട്ട് ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ജൂലൈയിൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞത് ഭരണഘടനാ ലംഘനം എന്നാണ് NK പ്രേമചന്ദ്രൻ എംപിയുടെ വിമർശനം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ബഡ്ജറ്റ്, എല്ലാ ഉള്ളടക്കത്തോടും കൂടിയിട്ടുള്ള വിശദമായ ബഡ്ജറ്റ് 2025 ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കും എന്ന് നിലവിലുള്ള ധനമന്ത്രി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലായി ഭരണഘടനാപരമായി ലഭിച്ച ഒരു അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. അതൊരു സാമാന്യ മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അമിതമായ വിശ്വാസമാണ് BJP ഇതിലേക്ക് നയിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും ബഡ്ജറ്റ് എന്ന നിലയിൽ ചർച്ചയ്ക്ക് പോലും വിഷയീഭവിപ്പിക്കാൻ ഒന്നുമില്ലാത്ത കേവലം ഒരു പ്രസംഗമായി പരിമിതപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പാർട്ടിക്കാരനായതിനാൽ പ്രതിക്കായി പോലീസ് വഴിവിട്ട് സഹായം നൽകിയെന്നും വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയോ എന്നത് പരിശോധിക്കുകയാണെന്നും തെറ്റ് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് പോലീസ് കൊലപാതകവും പീഡനവും FIRൽ ചേർത്തതെന്നും പ്രോസിക്യൂഷൻ മുഴുവനായി പ്രതിഭാഗത്തിന്റെ ഭാഗമായി മാറിയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ സണ്ണി ജോസഫ് ആരോപിച്ചു. വാളയാറിലെ സഹോദരിമാരുടെ ദാരുണമായിട്ടുള്ള കൊലപാതകം അതെങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ടുവോ ആ രൂപത്തിൽ തന്നെയാണ് വണ്ടിപ്പെരിയാറിലെ പ്രതിക്കും രക്ഷ ഒരുക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി. കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്, ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. പാർട്ടിക്കാർ എന്ത് ഹീനകൃത്യം ചെയ്താലും സർക്കാർ സംരക്ഷിക്കുകയാണെന്നും വണ്ടിപ്പെരിയാർ കേസ് പുനരന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കി? ഫ്രം ദ ഡേ 1 ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇത് ചെയ്യുകയായിരുന്നു സർ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ശബരിമല വിമാനത്താവളം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കൊല്ലം പരവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സാമൂഹികാഘാത പഠനത്തിന് 7-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. DPR തയ്യാറാക്കുന്നതിന് ഏജൻസിയെ കണ്ടെത്താൻ നടപടികൾ നടന്നുവരികയാണ്. കേന്ദ്രത്തിന് ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ആരോഗ്യകരമായ സമീപനമാണെന്നും മുഖ്യമന്ത്രി. സൈറ്റ് ക്ലിയറൻസ്, ഡിഫൻസ് ക്ലിയറൻസ്, ഇത്രയും ക്ലിയറൻസുകൾ ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു. സുരക്ഷാ ക്ലിയറൻസാണ് ഇനി വേണ്ടത്. അതിനുള്ള അപേക്ഷ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലാണ്. DPR തയ്യാറാക്കുന്നതിന്
ഒരു ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. കൊല്ലം പരവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി. കൊല്ലം ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഊർജിത അന്വേഷണം നടത്തി വരികയുമാണ്. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തുന്നതിന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് 1600 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടാകുമെന്നും പ്രതിസന്ധികൾ കടന്ന് പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. സർ, ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനത്തിന് 1600 കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് കണക്കാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് സമീപനമാണെങ്കിലും പരമാവധി പദ്ധതികൾ ലഭ്യമാകാനും അത് യാഥാർത്ഥ്യമാക്കുവാനുമുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനത്തിനായി ചരിത്രത്തിൽ ആദ്യമായി ഫണ്ട് അനുവദിച്ചത് LDF സർക്കാരാണെന്നും അത് ക്രെഡിറ്റ് അല്ല ഗതികേടാണെന്നും മന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ അലി മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നു, ഇന്ന് കമന്റ് വായനയില്ലേ എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഈ പരിപാടി പ്രേക്ഷകരുമായി സംവദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. കമന്റ് ബോക്സിൽ പ്രേക്ഷകർ അറിയിക്കുന്ന കമന്റുകൾ, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു. ഇന്നും നമ്മളത് തുടരുക തന്നെ ചെയ്യും. പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ, ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ, ഇതൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഡയറക്റ്റായി ആ വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ, വിശകലനങ്ങൾ, പ്രതികരണങ്ങൾ അതിലേക്ക് കടക്കുകയായിരുന്നു. ഇനി നമുക്ക് പതുക്കെ പ്രേക്ഷകരുടെ കമൻറ്റുകൾ കൂടിയൊക്കെ വായിച്ചുകൊണ്ട് ഈ വാർത്താ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരള നിയമസഭയിലും ചർച്ചയായി ജാതി സെൻസസ്. സംസ്ഥാനത്ത് ജാതി സെൻസസ് നടത്തുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് സർക്കാർ പക്ഷേ വ്യക്തമായ മറുപടി നൽകിയില്ല. സുപ്രീം കോടതി വിധി വന്ന ശേഷം നടപടിയെടുക്കാമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. MK മുനീറാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യം നിയമസഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാനത്തിന് തന്നെ ജാതി സെൻസസ് നടത്താമെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ടെന്ന് MK മുനീർ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന ഒഴുക്കൻ മട്ടിലുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതെന്ന് ആക്ഷേപം. ജാതി സെൻസസിന് സർക്കാർ അനുകൂലമോ പ്രതികൂലമോ എന്നറിയണമെന്നും MK മുനീറിന്റെ ചോദ്യം. ഈ ഞങ്ങളെ തൊട്ടാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നൊന്നും പറയുന്നതല്ല. അതിനേക്കാൾ ഞങ്ങളുടെ അവകാശങ്ങൾ വകവെച്ച് തരുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് പോളിസി ഞങ്ങൾക്കറിയാം. ജാതി സെൻസസ് നടത്തുന്നതിൽ ഇപ്പോൾ തീരുമാനമെടുക്കേണ്ട എന്ന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ മറുപടി. സുപ്രീം കോടതി വിധി വന്ന ശേഷം നടപടിയെടുക്കാമെന്നാണ് സർക്കാർ നിലപാട്. എല്ലാ വിഭാഗം ആളുകളുടെയും അവകാശം സംരക്ഷിക്കാൻ സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും മന്ത്രി. മേൽ സാഹചര്യത്തിൽ സുപ്രീം കോടതി മുമ്പാകെയുള്ള കേസിന്റെ വിധി വരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് സെൻസസ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ജാതി സെൻസസ് സംസ്ഥാനത്തിന് തന്നെ നടത്താമെന്നിരിക്കെ സുപ്രീം കോടതിയുടെ ഉത്തരവിന് കാത്തിരിക്കുന്നത് എന്തിനെന്ന് MK മുനീർ വീണ്ടും ചോദിച്ചു. ബീഹാറിൽ അത് ചെയ്തു. പക്ഷെ നമുക്കെന്താണ് അത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് എൻ്റെ ചോദ്യം. മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: സംസ്ഥാന ഗവൺമെന്റുകളിൽ ചെയ്യാം, ബീഹാറിന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റിന് ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ജാതി സെൻസസ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. 24 തിരുവനന്തപുരം. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ്. കേരള തമിഴ്നാട് മാധ്യമങ്ങളെ ഒന്നിച്ചാണ് അദ്ദേഹം കാണാൻ പോകുന്നത്. കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ആ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് വരികയും ചെയ്യാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ SFIO അന്വേഷണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. എക്സാലോജിക്കിനെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉയർന്ന അന്വേഷണത്തിന് കളമൊരുങ്ങുന്നത് പുതിയ രാഷ്ട്രീയ പോർമുഖം കൂടി തുറന്നിട്ടുണ്ട്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയും അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണത്തിൽ CPIM നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തമാശ അവസാനിപ്പിച്ച് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പ്രതികരിച്ചു. എക്സാലോജിക്കിനെതിരായ അന്വേഷണം SFIO ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തെ രാഷ്ട്രീയ ആയുധമെന്ന് മാത്രം പറഞ്ഞ് എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ CPIMന് കഴിയില്ല. കമ്പനിക്കെതിരായ ROC റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് കേസ് SFIO ഏറ്റെടുത്തതിലെ പ്രധാന കാരണം. അന്വേഷണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി പറയാതെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി.
SFIO അന്വേഷണം കേന്ദ്രവേട്ട എന്നത് കണ്ണൂരിലെ സഖാക്കൾ പോലും വിശ്വസിക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഭാര്യയെ വേട്ടയാടുന്നു, മകളെ വേട്ടയാടുന്നു, ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ CPMകാർ പോലും ഇനി വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത്തരം കോമഡികൾ ഇനി അവസാനിപ്പിച്ചുകൊണ്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആവശ്യമായിരുന്നു SFIOയുടെ അന്വേഷണം. ഷോൺ ജോർജിന്റെ പിതാവ് PC ജോർജ് BJPയിലെത്തിയ അതേ ദിവസമാണ് SFIO അന്വേഷണം ഏറ്റെടുത്തത് എന്നതും ശ്രദ്ധേയം. രേഖകൾ സംസാരിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നുമായിരുന്നു ഷോൺ ജോർജിന്റെ ആദ്യ പ്രതികരണം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ 6 സംഘമാണ് കേസ് അന്വേഷിക്കുക. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിൽ വരും. 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ 3 പേർ അറസ്റ്റിൽ. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ, നവാസ് നൈന, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത്. കേസിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി VG ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപവും ഭീഷണിയും. സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ, നവാസ് നൈന, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത്. കേസിൽ SDPI, PFI പ്രവർത്തകരായ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു. ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയതിൽ 6 പേർക്കെതിരെയാണ് കലാപാഹനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ജഡ്ജി ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് ചൊവ്വാഴ്ച രാത്രി മുതൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. കായംകുളം DYSP P അജയനാഥിനാണ് സുരക്ഷാ ചുമതല. ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസുകാർ 24 മണിക്കൂറും സുരക്ഷാ ചുമതലയിലുണ്ടാകും. 24 ആലപ്പുഴ. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ബജറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏറെ പ്രതികരണങ്ങളും ഉള്ളത്. ഒരുപാട് പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ബജറ്റ് നിരാശാജനകം എന്ന് വിമർശിക്കുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്, പ്രതീക്ഷിച്ച ഒന്നുമില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അതേസമയം തന്നെ സമസ്ത മേഖലകളെയും സ്പർശിച്ചു പോകാൻ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ നയം ആ ബജറ്റിൽ വ്യക്തമാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ 24ൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്തതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നവരുണ്ട്. ആമിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ, ആമിനെയൊക്കെ ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിരുന്നു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അവരെയൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അതിലൊരു സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ജില്ലാതലത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ എപ്പോഴാണെന്ന് ചോദിക്കുന്നവരുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു പരിപാടിയായി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലുമൊക്കെ ആ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുള്ള തീയതി, കാര്യങ്ങളൊക്കെ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾക്ക് ശേഷം പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുന്നതുമായിരിക്കും. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോയുടെ സിലിണ്ടറിന് 15 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. 1781.50 രൂപയാണ് പുതുക്കിയ വില. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വില കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ നവംബറിലും വാണിജ്യ പാചകവാതക വില വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് 102 രൂപയായിരുന്നു വർധന. ഇതിന് പിന്നാലെയാണ് പുതിയ വില വർധന. 19 കിലോയ്ക്ക് 15 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. വാണിജ്യ ഗാർഹിക LPG സിലിണ്ടറുകൾക്കായുള്ള പ്രതിമാസ വിലമാറ്റങ്ങൾ ഓരോ മാസവും ആദ്യമാണ് പ്രഖ്യാപിക്കുന്നത്. ഗാർഹികാവശ്യത്തിനുള്ള പാചകവാത സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ഹോട്ടൽ മേഖലയിലുള്ളവരെ വിലവർദ്ധനവ് ബാധിക്കും. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനയ്ക്ക് പുറമെ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നത് ഹോട്ടൽ വ്യവസായത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ഒക്ടോബറിൽ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 209 രൂപയായിരുന്നു കൂട്ടിയത്. ഇതിനു പിന്നാലെയാണ് നവംബറിലും ഇപ്പോൾ ഫെബ്രുവരിയിലും വർധനയുണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 1-ന് വാണിജ്യ സിലിണ്ടർ വില 160 രൂപ കുറച്ചിരുന്നു. 24 കൊച്ചി. വയനാട് പുൽപ്പള്ളിയിലും തൃശൂർ പാലപ്പിള്ളിയിലും വന്യജീവി ആക്രമണത്തിൽ പശുക്കിടാവുകൾ ചത്തു. പുൽപ്പള്ളിയിൽ കടുവയും പാലപ്പിള്ളിയിൽ പുലിയുമാണ് പശുക്കിടാങ്ങളെ ആക്രമിച്ചത്. വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വയനാടിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. താന്നിത്തെരുവിൽ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിന് പുറത്ത് കെട്ടിയിരുന്ന 1 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. പുലർച്ചെ 4:30യോടെയായിരുന്നു താഴെത്തടത്ത് ശോശാമയുടെ പശുക്കിടാവിന് നേരെ കടുവയുടെ ആക്രമണം. കടുവ തൊഴുത്തിന് സമീപം എത്തുമ്പോൾ ശോശാമയുടെ മകൻ എൽദോസ് പശുവിനെ കറക്കുകയായിരുന്നു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. 4:45 വൈഫ് പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റപ്പാട് കേട്ടാണ് ഞങ്ങളിവിടെ വന്നു നോക്കുമ്പോൾ ഇതിങ്ങനെ ചത്തു കിടക്കുന്നു. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് വെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
വയനാട്ടിൽ വന്യമൃഗശല്യം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവതരമായ വന്യജീവി കടന്നാക്രമം, കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫലപ്രദമായിട്ട് നമുക്ക് ഇങ്ങനെ നേരിടാം. അതേസമയം തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പുതുക്കാട് എസ്റ്റേറ്റ് പാടിയോട് ചേർന്ന് കെട്ടിയിരുന്ന പശുക്കിടാവിനെ പുലി കടിച്ചുകൊന്നു. മാടക്കൽ മജീദിന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. 24 വയനാട്, തൃശൂർ. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ ആനയിടഞ്ഞു. രണ്ടാം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പാപ്പാൻ വഴുതി മാറി രക്ഷപ്പെട്ടു. ഏറെ നേരത്തിന് ശേഷം ഒന്നാം പാപ്പാൻ എത്തിയാണ് ആനയെ തളച്ചത്. വിളക്കും തറയ്ക്ക് സമീപം ഇന്ന് രാവിലെ 8:30 കടേക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ എത്തിയതായിരുന്നു രണ്ടാം പാപ്പാൻ. ഈ സമയം ഒന്നാം പാപ്പാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. രണ്ടാം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട ആന കുത്താൻ ശ്രമിച്ചു. ഒഴിഞ്ഞുമാറിയ പാപ്പാൻ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. എന്നാൽ പാപ്പാൻ കയറിയ വീടിനു മുന്നിൽ ആന 20 മിനിറ്റ് നേരം നിലയുറപ്പിച്ചു. ഇതോടെ നാട്ടുകാർ ഉൾപ്പെടെ ഭീതിയിലായി. ഇതിനിടെ നാട്ടുകാരിൽ ഒരാൾ കുന്നംകുളത്തായിരുന്ന പാപ്പാനെ സ്ഥലത്തെത്തിച്ചു. പിന്നീടാണ് ആന ശാന്തനായത്. 24 തൃശൂർ. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. തൃശൂർ പഴഞ്ഞിയിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് മധ്യവയസ്ക മരിച്ചു. മലപ്പുറം വാക്കാട് മരം വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. താമരശ്ശേരി ചുരത്തിൽ ടൂറിസ്റ്റ് ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിലേക്ക് മരം വീണാണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത്. ചെട്ടിപ്പടി ആലുങ്കൽ ബീച്ച് സ്വദേശി മുഹമ്മദ് ഹിഷാമാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് സുഹൃത്തിനൊപ്പം പോകുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നു പുലർച്ചെയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ബോഡി ബിൽഡർ മത്സരത്തിൽ മിസ്റ്റർ മലപ്പുറമായി മുഹമ്മദ് ഹിഷാമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തൃശൂർ പഴഞ്ഞിയിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് മധ്യവയസ്ക മരിച്ചു. പഴഞ്ഞി സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30 അപകടമുണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ ടൂറിസ്റ്റ് ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു. രാവിലെ 7:30 ചുരം 9ാം വളവിന് സമീപമായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പിൽ 1-ാം പ്രതി അറസ്റ്റിൽ. കമ്പനി CEO ബേപ്പൂർ സ്വദേശി വസീം തൊണ്ടിക്കോടനെ തിരൂരങ്ങാടി പോലീസാണ് പിടികൂടിയത്. പ്രതിക്കായി നടക്കാവ് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത നിക്ഷേപകരിൽ നിന്നും 20 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഇന്നലെ രാത്രി മലപ്പുറം തലപ്പാറയിൽ നിന്നാണ് വസീം തൊണ്ടേക്കോടൻ പോലീസ് പിടിയിലാകുന്നത്. വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് സ്വിസ് ബാങ്ക് തട്ടിപ്പിലെ 1-ാം പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. തുടർന്ന് നിക്ഷേപകരുടെ പരാതിയുള്ള കോട്ടക്കൽ പോലീസിന് കൈമാറുകയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പ്രതിയെ ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം കൂടുതൽ പരാതി ലഭിക്കുകയും 7 FIRകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത നടക്കാവ് പോലീസ് പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയതോടെ വസീം ഉൾപ്പെടെയുള്ള പ്രതികൾ ഒളിവിൽ പോയിരുന്നു. ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് നോട്ടീസും നൽകിയിരുന്നു. ടി സിദ്ദിഖ് MLAയുടെ ഭാര്യ ഷറഫുനീസ, മാനേജർ ഷംന, ഡയറക്ടർമാരായ റാഹില ബാനു, തൊണ്ടേക്കോട്ട് മൊയ്തീൻകുട്ടി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഗായിക KS ചിത്രയ്ക്ക് ഇന്നലെ ഹൈക്കോടതി കയറേണ്ടി വന്നു. പക്ഷേ കേസിനൊന്നുമല്ല, കലാപ്രേമികളായ കുറച്ച് അഭിഭാഷകരുടെ ക്ഷണപ്രകാരമായിരുന്നു KS ചിത്രയുടെ ഹൈക്കോടതി സന്ദർശനം. ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. സാഹിത്യാഭിരുചിയുള്ള ഹൈക്കോടതി അഭിഭാഷകർ ചേർന്നുണ്ടാക്കിയ കസവിന്റെ 16-ാം വാർഷികാഘോഷം. വിശിഷ്ടാതിഥിയായാണ് KS ചിത്ര ഹൈക്കോടതിയിലെത്തിയത്. പ്രസംഗം വശമില്ലാത്തതുകൊണ്ട് ചിത്ര പാട്ടുപാടി. മലയാളമത്ര വഴങ്ങാത്ത ചീഫ് ജസ്റ്റിസ് AJ ദേശായി ചിത്രയെ കൊണ്ട് ഹിന്ദി പാട്ടും പാടിച്ചു.
ജൂനിയർ സീനിയർ അഭിഭാഷകരും വാനമ്പാടിയിൽ നിന്ന് നേരിട്ട് കേൾക്കേണ്ട പാട്ടുകളുടെ പട്ടിക നിരത്തി. അങ്ങനെ ആദ്യമായി ഹൈക്കോടതി കയറിയ ചിത്ര ചടങ്ങ് ധന്യമാക്കി. പരിപാടിയിൽ കസവിന്റെ മുൻ ഭാരവാഹികളെ ആദരിച്ചു. 24 കൊച്ചി. ഇപ്പോൾ CPM നേതാവ് AK ബാലൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഇത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ചോദിച്ചു. അടുത്ത മാസം 12-ാം തീയതിയാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വരേണ്ടുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു 6 അംഗ ടീമിനെ വീണ്ടും വെക്കുകയാണ്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു 3 അംഗ ടീം ഇപ്പം അന്വേഷിക്കുകയാണ്. അതിനു പുറമെ അതേ മന്ത്രാലയം ഒരു 6 അംഗ ടീമിനെ വെച്ചിട്ട് അന്വേഷണം വീണ്ടും നടത്തുകയാണ്. എന്താണ് കേന്ദ്ര ഏജൻസികൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ പരിഹാസ്യമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ 12-ാം തീയതി അടുത്ത മാസം 12-ാം തീയതി ഹിയറിങ്ങിന് വെച്ച ഒരു കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 212 ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത് മനസ്സിലാക്കാൻ പറ്റൂ. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ മുൻകൂട്ടി കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെയാണ് എക്സാലോജിക്ക കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3 അംഗ ഇൻവെസ്റ്റിഗേഷൻ ടീം കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു 6 അംഗ ടീമിനെ വെച്ച് അത് 8 മാസം കാലാവധി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വ്യക്തമാവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഉള്ളി പൊളിച്ചതുപോലെയാണ്. എന്താണ് ഇതിലുള്ളത്? ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതിയിൽ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. വിജിലൻസ് കോടതി അത് തള്ളി. അതിനെതിരായി ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഇപ്പോൾ കിടക്കുകയാണ്. ആ കേസ് അവിടെ നിലനിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരായി ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു കേസ് നിലനിൽക്കുമ്പോൾ, ഒരു റിവിഷൻ പെറ്റീഷൻ നിലനിൽക്കുമ്പോൾ കമ്പനി നിയമപ്രകാരം ഒരാൾ കേസ് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇതിൽ ഫ്രോഡില്ല, ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ഒരു 6 അംഗ കമ്മീഷനെ ഇപ്പം വെച്ചിട്ടുള്ളത്? മാത്രവുമല്ല, ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആരംഭം കുറിക്കുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ വന്നൊരു കേസുമായി ബന്ധപ്പെട്ടാണല്ലോ. കേസിലൊരു പരാതി കൊച്ചിൻ മിനറൽസ് റൂട്ടൈൽ ലിമിറ്റഡ് CMRLൻ്റെ. ആ CMRLൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് കൃത്യമായി പറഞ്ഞു, ഇതിൽ പ്രോസിക്യൂഷൻ എടുക്കേണ്ടതില്ല, പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി CMRLനുണ്ട് എന്ന്. അവർ കൊടുത്ത റിട്ടേൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഇൻകം ടാക്സ് എക്സംഷൻ
70% അവരുടെ ക്ലെയിമിൻ്റെ 70% ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് അനുവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു, അതുകൊണ്ട് ഒരു രൂപത്തിലും പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല. പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുക. അതിൽ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി CMRL കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ CMRL കമ്പനിക്കെതിരായി ഇപ്പോൾ പ്രോസിക്യൂഷൻ എടുക്കണം, എക്സാലോജിക്കെതിരായി പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറയുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ എങ്ങനെ വേട്ടയാടിയാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രതികൂല വിധി പിണറായിക്കോ പിണറായിയുടെ കുടുംബത്തിനോ എതിരായി ഒരാൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്തിൽ നിയമവ്യവസ്ഥയില്ലേ, ഇത്രയും പരിഹാസ്യമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർണാടക നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയുടെ ശുപാർശ പ്രകാരമെന്നാണ്. ROCയുടെ ശുപാർശ പ്രകാരമാണെങ്കിൽ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്ത കമ്പനിയല്ലേ? ആ വൈൻഡപ്പ് ചെയ്യാൻ ഇവർ അനുവാദം കൊടുക്കാൻ പാടുണ്ടായിരുന്നോ? അന്നേ എടുക്കേണ്ട പ്രശ്നമല്ലേ ഇത്? അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് യാതൊരു തകരാറുമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ എക്സാലോജിക് ആ കമ്പനി വൈൻഡപ്പ് ചെയ്തത്. അന്ന് കാണാത്ത കാര്യം ഇപ്പം എവിടെ നിന്നാണ് വരുന്നത്? സർവോപരി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്നൊരു ഭാഗത്തും അഴിമതിയില്ല എന്ന് വിജിലൻസ് കോടതി മറ്റൊരു ഭാഗത്തും ഫ്രോഡായിട്ടുള്ള ഡീലിങ്സ് ഇതിലില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞ സാഹചര്യത്തിൽ 6 അംഗ ടീമിനെ വെച്ചുകൊണ്ട് എന്തിനാണ് ഈ നാടകം ഇപ്പോൾ കളിക്കുന്നത്? ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം കൊടുത്തിട്ടുള്ളത്? ഇത് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്തായാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആലത്തൂരിൽ അഭിഭാഷകനെതിരെ SI അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. ആരോപണ വിധേയനായ SIക്ക് പ്രമോഷൻ നൽകി CI ആക്കിയെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. അധികാരമുള്ള ഒരാളോട് ഈ SI ഇങ്ങനെ പെരുമാറുമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൗരവത്തോടെ കാണാത്തതെന്ന് DGPയോട് കോടതി ചോദിച്ചു. പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കിയെന്ന് ഹൈക്കോടതിയുടെ വിമർശനവും ഉണ്ടായി. S. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, ഇതിനൊരു ഒറ്റപ്പെട്ട വിഷയമായി കോടതി കാണുന്നില്ല, പോലീസിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമായി കോടതി നോക്കിക്കാണുന്നു. കോടതി വ്യക്തമാക്കിയത് എന്താണ് ശ്രീകാന്ത്? ആലത്തൂരിൽ നടന്ന ഒരു സംഭവമായല്ല കോടതി ഈ വിഷയത്തെ പരിഗണിക്കുന്നത്. നേരെ മറിച്ച് കേരള പോലീസിലെ ഒരു വിഭാഗം പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പെരുമാറ്റ ദൂഷ്യം, അതാണ് കോടതി പരിഗണിക്കുന്നത്. കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പരാതിക്കാരൻ പറഞ്ഞത് ഈ SIക്ക് പ്രൊമോഷൻ നൽകി CI ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് സംവിധാനം ശുദ്ധീകരിക്കുമെന്ന് DGP പറയുമ്പോഴാണ് അധിക്ഷേപം നടത്തിയ ആൾക്ക് പ്രൊമോഷൻ നൽകുന്നത്. ഇതാണോ നിങ്ങളുടെ ശുദ്ധീകരണം എന്ന് ഓൺലൈനായി ഹാജരായ സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് ഇന്ന് ഈ പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ചോദിച്ചു. 1965 മുതൽ പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കി എന്ന് കോടതി DGPയോട് ചോദിച്ചു. 10 എണ്ണമില്ലേ എന്ന് കോടതി തന്നെ തുടർന്നും ചോദിക്കുകയുണ്ടായി. ഈ സർക്കുലറിൽ നിന്നും നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്താണ് മനസ്സിലാക്കിയതെന്ന് DGPയോട് കോടതി ചോദിച്ചു. അതേസമയം തന്നെ ഇന്ന് ഈ വിഷയത്തിൽ കോടതി മുൻപാകെ നേരിട്ട് ഹാജരായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ SI ഇപ്പോൾ CI സ്ഥാനക്കയറ്റം കിട്ടിയ ഉദ്യോഗസ്ഥനും 3 പോലീസുകാരും ഉണ്ടായിരുന്നു. അവർ കോടതിയിൽ നേരിട്ട് ഹാജരായി നിരുപാധികം മാപ്പപേക്ഷ നടത്തി. പക്ഷേ താൻ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് കോടതി ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന് DGPയോട് വീണ്ടും കോടതി ചോദിച്ചു. അധികാരമുള്ള ഒരാളോട് ഈ നിൽക്കുന്ന SI ഇങ്ങനെ പെരുമാറുമോ? ഈ അധികാരമുള്ളവരെ തിരിച്ചറിയാൻ ഇയാൾക്ക് സാധിക്കുമല്ലോ. അപ്പോൾ ഇയാൾ കാണിക്കുന്നത്, ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എത്ര മോശമായ പെരുമാറ്റമാണ് എന്ന് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥർക്കായി കൃത്യമായ മാർഗനിർദ്ദേശം നൽകുമെന്ന് DGP ഇതിനിടെ പറഞ്ഞു. ഇത് അവസാനത്തെ സർക്കുലർ ആയിരിക്കണം, ഇനിയൊരു സർക്കുലർ കൂടി ഈ വിഷയത്തിൽ ഇറക്കാൻ ഇടയുണ്ടാകരുത് എന്ന് കോടതി DGPക്ക് മുന്നറിയിപ്പ് നൽകി. എല്ലാവർക്കും ടെൻഷനുണ്ട് എന്നും എന്നാൽ ഉദ്യോഗസ്ഥർ ഇതുപോലെ പെരുമാറിയാൽ നാട് എവിടെ എത്തി നിൽക്കുമെന്നും
കോടതി ചോദിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഒരു രസകരമായ സംഭവം കൂടി കോടതിയിൽ നടന്നു. അതായത് ഈ നേരിട്ട് ഹാജരായ പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ നിന്നും തിരിച്ചിറങ്ങി പോകുമ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ, അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അവർക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കോടതിക്ക് പുറത്തേക്ക്, ഹൈക്കോടതിക്ക് പുറത്തേക്ക് അവരെ എത്തിക്കുകയുണ്ടായത്. അതും അങ്ങനെ ഒരു രസകരമായ സംഭവം കൂടി ഈ വിഷയത്തിൽ നടക്കുകയുണ്ടായി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ അഗ്നിപഥ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. പദ്ധതി രാജ്യത്തെ യുവാക്കളെയും സൈന്യത്തെയും വഞ്ചിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ബംഗാളിൽ തിരിച്ചെത്തിയ യാത്രയിൽ CPIM-ന്റെ വൻ പങ്കാളിത്തം. പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ നിന്ന് ഇന്ന് പുനരാരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കോൺഗ്രസ് പതാകകൾക്കൊപ്പം ചെങ്കൊടികളും ഇടം പിടിച്ചു. യാത്രയിൽ CPIM പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കി. സംസ്ഥാന കമ്മിറ്റി അംഗം ശതരൂപ് ഘോഷിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ യാത്രയ്ക്ക് പിന്തുണയുമായി എത്തിയത്. അഗ്നിപഥ് പദ്ധതിയിലൂടെ 1.5 ലക്ഷം യുവാക്കളെ സൈന്യത്തിലേക്ക് താൽക്കാലിക റിക്രൂട്ട്മെന്റ് നടത്തിയതിലൂടെ യുവാക്കളെയും സൈന്യത്തെയും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. മുർഷിദാബാദിൽ ബീഡി തൊഴിലാളികളോട് രാഹുൽ സംവദിച്ചു. അധീർ രഞ്ജൻ ചൌധരിയുടെ മണ്ഡലമായ ബെർഹാംപൂരിൽ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കും. 24 ഡൽഹി. കൊല്ലം മെഡിട്രീന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ 9ാം വാർഷികാഘോഷവും പുരസ്കാര വിതരണവും നടന്നു. മെഡിട്രീന MD-യും ചെയർമാനുമായ ഡോക്ടർ പ്രതാപ് കുമാർ അധ്യക്ഷനായിരുന്നു. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് DMO ഡോക്ടർ SR രാജഗോപാലൻ മുഖ്യാതിഥിയായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് വിജയം വരിച്ചവർക്ക് മെഡിട്രീന ഏർപ്പെടുത്തിയ വൈദ്യശ്രേഷ്ഠ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള മെഡിട്രീന പുരസ്കാരത്തിന് ഡോക്ടർ തോമസ് മാത്യുവും ഡോക്ടർ വത്സല കുമാരിയും സജി കരുണാകരനും അർഹനായി. ഡോക്ടർ മഞ്ജു പ്രതാപനും ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ 30ാം ഷോറൂമും മുക്താദിർ ജ്വല്ലറി ട്രേഡിംഗ് കമ്പനിയും ഗഫാർ ഗോൾഡ് ആൻഡ് പ്രീഷ്യസ് മെറ്റൽ പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് കമ്പനിയും ദുബായിലെ അൽ ഖുസൈസ് 2-വിൽ തുറക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഈ മാസം 6-ാം തീയതി വരെ അൽ മുക്താദിറിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കും. 40 ഗ്രാമിന് മുകളിലുള്ള പർച്ചേസിൽ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തുന്നു. 2024-ൽ ഇന്ത്യയിലും വിദേശത്തുമായി 20 ഷോറൂമുകൾ ആരംഭിക്കുമെന്ന് അൽ മുക്താദിർ ജ്വല്ലറി ഫൗണ്ടർ ചെയർമാൻ ആൻഡ് CEO മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം അറിയിച്ചു. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊപ്പം തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, വിശകലനങ്ങൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ 1.5 മണിക്കൂറായി നമ്മൾ സംസാരിച്ചത്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.